നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലക്കാരും ശ്രദ്ധിക്കുന്ന ഒരു ജില്ല തന്നെയാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി തുടങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. പാലക്കാട് ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന ചോദ്യം, BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും, ഒപ്പം CPMന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ശക്തമായി നിലനിന്നിരുന്നു. MV ഗോവിന്ദൻ ആണ് ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ആ ഘട്ടത്തിൽ പാലക്കാട് ആരായിരിക്കും എന്ന ചോദ്യത്തിന് പാലക്കാട് ഒരു സ്വതന്ത്രനായിരിക്കും എന്നുള്ള ഹിന്റാണ് തന്നിരിക്കുന്നത്. ആ സ്വതന്ത്രൻ ആരാണ് എന്ന ചോദ്യത്തിന് ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യത്തിന് പിഷാരടിയാണ് സിനിമ നേതാവ്, സിനിമ അതുപോലെ തന്നെ കോമഡി താരം ഒക്കെ ആയ പിഷാരടിയാണ് ഈ പാലക്കാട് എത്തുന്നത് എന്നുള്ളത്. പിഷാരടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയുണ്ട്. ഇത് പാലക്കാട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഒപ്പം ജയന്റ് കില്ലർ ആയിട്ടുള്ള ശോഭ സുരേന്ദ്രനാണ് പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി. പാലക്കാട് എപ്പോഴും BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് ഒരു പടി മുൻതൂക്കം വിജയസാധ്യത ഈ 3 കാൻഡിഡേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഹുലിന് വേണമെങ്കിൽ പിഷാരടിയെ പോലെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് നിർത്തുമ്പോൾ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു പോരാട്ടം നടക്കുന്നത് രാഹുലും സ്വതന്ത്രനായ രാഹുലും ഒപ്പം മറ്റ് പാർട്ടിക്കാരും തമ്മിലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടവും ശോഭാ സുരേന്ദ്രൻ തമ്മിലായിരുന്നതിനെ അവിടെ ഒരു പോര് നടക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നടക്കുമായിരുന്നത്. പക്ഷെ രാഹുൽ ഏതായാലും ആ ഒരു തീരുമാനത്തിലേക്ക് മുതിരുന്നില്ല എന്നുള്ളതാണ്. വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു സ്ഥാനത്തേക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്തേക്ക് എത്താനോ വേണ്ടിയിട്ടുള്ള ഒതുക്കപ്പെടലായിരിക്കാം ഇപ്പോൾ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും രാഹുൽ അതിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. വളരെ വേദന ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ചു വരികയാണെങ്കിൽ മന്ത്രിയാകാൻ പോലും സാധ്യതയുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ പൂർണ്ണമായും ഒതുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. രാഹുലിന് വേണമെങ്കിൽ സ്വതന്ത്രനാകാമായിരുന്നു. പാലക്കാട്ടുകാർ അപ്പോഴും ഇപ്പോഴും ഒക്കെ തന്നെ രാഹുലിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ അതിന് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ ഏതെങ്കിലും നീക്കമുണ്ടോ, ഇനിയൊരു സർപ്രൈസ് പോലെ തന്നെ രാഹുൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അറിഞ്ഞില്ലേ തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കാരായി രാജൻ. ആരാണ് ഈ കാരായി രാജൻ? ഓർമ്മയില്ലേ ഒരു ഫസലിനെ? പത്രവിതരണവുമായി നടന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു പെരുന്നാൾ തലേന്ന് ഒരു സംഘം കൊലയാളികൾ വളഞ്ഞിട്ട് വെട്ടിയും കുത്തിയും കൊന്നത് മറന്നു. കൊന്ന ശേഷം ഫസലിന്റെ ചോര പുരണ്ട വസ്ത്രം ഒരു അമ്പലത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഒരു നാടിനെ വർഗീയ ലഹളയ്ക്ക് എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ച ആ ക്രൂരത മറന്നു. CPM കൊന്നിട്ട് ആ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് പറഞ്ഞ് അതിനെ വർഗീയ നിറം ചാർത്താൻ നടത്തിയ CPM നടത്തിയ ശ്രമം മറന്നു. ആ അരും കൊല ആസൂത്രണം ചെയ്ത കൊലയാളിയാണ് കാരാരി രാജൻ. ഒരിക്കൽ ഒരു കലാപം ഉണ്ടായതിന്റെ മുറിപ്പാടും ഭീതിയുമായി കഴിയുന്ന തലശ്ശേരിയിലാണ് മറ്റൊരു കലാപത്തിന് വെടിമരുന്നിട്ട ഒരാളെ CPM ജനങ്ങൾക്ക് മുകളിൽ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പെരുന്നാൾ കാലത്ത് തന്റെ അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അന്നത്തെ 2.5 വയസ്സുകാരി ഫിദയോട് എന്ത് മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന ഒരിക്കൽ കോടതി വിധിച്ച ഒരു കൊലയാളിയെ കണ്ണൂർ ജില്ലയിൽ തന്നെ മത്സരിപ്പിച്ച് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളം മുഴുവൻ മെയ് 9 വേണ്ടിയുള്ള കാത്തിരിപ്പിലാകുമ്പോൾ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി മെയ് 4-നായാണ് കാത്തിരിക്കുന്നത്. കാരണം അന്നാണ് ഫസൽ വധക്കേസിൽ ഉപരിവാദം. കാരായി രാജനെ പോലെ ഒരു കൊലയാളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടത് സാംസ്കാരിക നായകർ മിണ്ടിയോ? ഇടത് ചിന്തകർ വിലപിച്ചോ? കോട്ടിട്ട ചില ഇടത് മാധ്യമ ജഡ്ജികൾ ആർത്തലച്ചോ? ധാർമ്മികതയെ പറ്റി കവിതകൾ വന്നു, മനുഷ്യത്വത്തെ പറ്റിയുള്ള കഥാപ്രസംഗങ്ങൾ വന്നു? ഇല്ല. ചോദ്യങ്ങളില്ല, ആക്രോശങ്ങളില്ല, പൊതുവിചാരണയില്ല. മറന്നു, കൊലയാളിയാണെങ്കിലും കാരായി രാജൻ CPM ആണല്ലോ, അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് താനും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ കുറിക്കുകൊള്ളേണ്ടടുത്ത് തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. കാരായി രാജനെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ള പ്രഖ്യാപനം വന്നത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടമാണ് അതിനെ എടുത്ത് ചോദിച്ചത്. കോൺഗ്രസ് നേതാക്കൾ പോലും മറന്നുപോയ പല കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്.
പാലക്കാട്ട് ഇനി CPM-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് നോക്കാം. BJP-യും കോൺഗ്രസും നേർക്കുനേർ പോരിനിറങ്ങുന്ന പാലക്കാട് ഹോട്ടൽ മുതലാളിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ CPM നീക്കം നടക്കുമ്പോൾ NRM ഹോട്ടൽ ശൃംഖല ഉടമ റസാഖുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. മറ്റ് 3 വ്യവസായികളെ സമീപിച്ചെങ്കിലും ആരും വഴങ്ങിയില്ല. പരമാവധി വോട്ടുകൾ നേടാൻ കഴിയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കാനും പാർട്ടി ചിഹ്നത്തിൽ മത്സരം വേണ്ട എന്നുമാണ് CPM-ന്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നാടകീയമായ പാർട്ടിയിലെത്തിയ P. സരിന്റെ പേരായിരുന്നു ജില്ലാ കമ്മിറ്റി ആദ്യം നിർദ്ദേശിച്ചത്. വിജയസാധ്യത കുറവായ പാലക്കാട് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് സരിൻ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതിന് പിന്നാലെ 2ാം പട്ടികയിൽ നിന്നും വെട്ടി. പിന്നീട് നഗരത്തിലെ പ്രമുഖ ഹോട്ടൽ ഉടമകളായ 2 പേരെയും ലോഹ വ്യാപാര രംഗത്തുള്ള ആളെയും സ്വതന്ത്രനാവണമെന്നാണ് ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും തുടക്കത്തിൽ പ്രതികൂലമായിരുന്നു മറുപടി. സംസ്ഥാന സെക്രട്ടറി തന്നെ കൃത്യമായ സൂചന നൽകിയതോടുകൂടി ജില്ലാ നേതൃത്വം വീണ്ടും ചർച്ചകൾ തുടങ്ങി. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകും. കോൺഗ്രസുമായും മറ്റ് പാർട്ടികളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് സഖാവ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുമോ എന്ന പേടിയും ആശങ്കയും റസാഖും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. BJP-യുടെ A ക്ലാസ് മണ്ഡലമായ പാലക്കാട് പ്രഖ്യാപനത്തിന് മുൻപേ പ്രചരണത്തിന് സജീവമായി സംസ്ഥാന നേതാവ് ശോഭ സുരേന്ദ്രൻ. പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലുടൻ വൻ റാലിയോടെ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് ശോഭ സുരേന്ദ്രന്റെ നീക്കം. അത് ഇന്നുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ 47 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. CPI, കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുന്നവരും പട്ടികയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും നിന്നും ജനവിധി തേടും. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ്, പാലക്കാട് ശോഭ സുരേന്ദ്രൻ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, ഒറ്റപ്പാലത്ത് മേജർ രവി, പാലയിൽ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ PC ജോർജ്, വട്ടിയൂർക്കാവിൽ മുൻ DGP ശ്രീലേഖ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ എന്നിവരും മത്സരിക്കും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് P. സുധീർ എന്നിവരും ജനവിധി തേടും. ഉദമയിൽ മാനുവൽ മെല്ലോത്ത്, കാഞ്ഞങ്ങാട് ബാലരാജ് M, പയ്യന്നൂരിൽ AP ഗംഗാധരൻ, അഴീക്കോട് KK വിനോദ് കുമാർ, കണ്ണൂരിൽ C. രഘുനാഥ്, വയനാട് മാനന്തവാടിയിൽ P. ശ്യാംരാജു, സുൽത്താൻ ബത്തേരിയിൽ കവിത AS-ഉം മത്സരിക്കും. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ അഡ്വക്കേറ്റ് K. ദിലീപ്, കുറ്റ്യാടിൽ രാമദാസ് മണലേരി, നാദാപുരത്ത് CP വിപിൻ ചന്ദ്രൻ, കൊയിലാണ്ടിയിൽ CR പ്രഫുൽ കൃഷ്ണൻ, പേരാമ്പ്രയിൽ M. മോഹനൻ മാസ്റ്റർ, ബാലുശ്ശേരിയിൽ CP സതീശൻ, എലത്തൂരിൽ T. ദേവദാസ്, കോഴിക്കോട് സൗത്തിൽ T. രചന, ബേപ്പൂരിൽ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, കുന്ദമംഗലത്ത് VK സജീവൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഷൊർണൂരിൽ ശങ്കു T. ദാസ്, മലമ്പുഴയിൽ C. കൃഷ്ണകുമാർ, ചേലക്കരയിൽ K. ബാലകൃഷ്ണൻ, മണരൂരിൽ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇരിങ്ങാലക്കുടയിൽ സന്തോഷ് ചേരാകുളം, ദേവികുളത്ത് S. രാജേന്ദ്രൻ, വൈക്കത്ത് K. അജിത്ത്, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്നിവരും മത്സരിക്കും. അമ്പലപ്പുഴയിൽ അരുൺ അനിരുദ്ധൻ, ഹരിപ്പാട് സന്ദീപ് അജസ്പതി, ചെങ്ങന്നൂരിൽ MV ഗോപകുമാർ, തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ്, കരുനാഗപ്പള്ളിയിൽ VS ജിതിൻ ദേവ, കുന്നത്തൂരിൽ രാജീവ് പ്രസാദ്, കൊട്ടാരക്കരയിൽ R. രശ്മി, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, പാറശാലയിൽ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്നിവരടങ്ങിയ ആദ്യഘട്ട പട്ടികയാണ് BJP പുറത്തുവിട്ടിരിക്കുന്നത്. പാലക്കാട്ടെ സാധ്യതാ പട്ടികയിൽ അവസാന ഘട്ടത്തിൽ ശോഭ സുരേന്ദ്രന് പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനുമായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന സംഘപരിവാർ നിർദ്ദേശം പാർട്ടി മുഖവിലക്കെടുക്കാനും സാധ്യത ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് പ്രശാന്ത് ശിവനെ തള്ളിക്കൊണ്ട് നിലവിൽ ശോഭ സുരേന്ദ്രനെ പാലക്കാട് പ്രഖ്യാപിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശോഭ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E. ശ്രീധരൻ നടത്തിയ മുന്നേറ്റം ഇക്കുറിയും ആവർത്തിക്കാനാണ് പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ BJP ക്യാമ്പ്. 2021 E. ശ്രീധരനിലൂടെ BJP 2ാം സ്ഥാനം നിലനിർത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന 3ാം സ്ഥാനത്ത്. 2016 കോൺഗ്രസിലെ ഷാഫി പറമ്പിലായിരുന്നു ശോഭയുടെ എതിരാളി. 17,483 വോട്ടിനാണ് ഷാഫി ജയിച്ചത്. അന്ന് 57,559 വോട്ടുകൾ ഷാഫി നേടിയപ്പോൾ ശോഭ 40,776 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിന് 38,675 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. 2006 വരെ ഇടതുകോട്ടയായിരുന്ന പാലക്കാട് കോൺഗ്രസ് തേരോട്ടം ആരംഭിച്ചത് ഷാഫി പറമ്പിലൂടെയാണ്. 2011 മുതൽ 2024 വരെ മണ്ഡലത്തിൽ MLA ആയിരുന്ന ഷാഫി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വടകരയിൽ വിജയിച്ചതോടുകൂടിയാണ് പാലക്കാട് വിടുന്നത്. 2021 E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം 3,859 കുറഞ്ഞിരുന്നു. എന്നാൽ 2024
ഷാഫി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം 18,840 ഉയർത്തിയിരുന്നു. മണ്ഡലം ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭാ ഭരണം BJPക്കാണ്. 3 പഞ്ചായത്തുകളിലായി 10-ലധികം വാർഡുകൾ BJPക്കുണ്ട്. പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും സ്ത്രീ വോട്ടുകളും ശോഭാ സുരേന്ദ്രനിലൂടെ നേടാൻ കഴിയുമെന്നാണ് BJPയുടെ ആത്മവിശ്വാസം.